മൊബൈൽ ഫോൺ പതിവായിട്ട് നമ്മൾ ചെവിയോട് ചേർത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രെയിൻ ട്യൂമർ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? തലച്ചോറിൽ വരുന്ന ക്യാൻസർ, മുഴകൾക്കെല്ലാം മൊബൈൽ ഫോൺ ഒരു വില്ലനായിട്ട് മൊബൈൽ ഫോൺ ഇറങ്ങിയ കാലം മുതൽ തന്നെ ഇതിന് ചിത്രീകരണമുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ എന്തെന്ന് വിശദീകരിക്കാം. മൊബൈൽ ഫോണിൽ നമ്മൾ ആശയവിനിമയത്തിൽ ഉപയോഗിക്കുന്നത് റേഡിയോ തരംഗങ്ങളാണ്. റേഡിയോ തരംഗങ്ങൾക്ക് നമ്മുടെ ശരീരത്തിലുള്ള, പ്രത്യേകിച്ച് തലച്ചോറിലുള്ള കോശങ്ങളെ അയോണൈസ് ചെയ്യാനുള്ള കഴിവില്ല. ഇങ്ങനെ കോശങ്ങൾക്ക് തുടർച്ചയായിട്ട് ഇത്തരത്തിൽ റേഡിയേഷൻ കൊണ്ട് അയോണൈസേഷൻ സംഭവിച്ചാൽ മാത്രമേ അത് ക്യാൻസർ പോലെ അല്ലെങ്കിൽ അബ്നോർമൽ ആയിട്ടുള്ള കോശങ്ങളായിട്ടോ ബ്രെയിൻ ട്യൂമറൊക്കെ ആയിട്ട് മാറത്തുള്ളൂ. മൊബൈൽ ഫോണിന്റെ റേഡിയേഷൻ അത്തരത്തിലൊരു പ്രോബ്ലം ഉണ്ടാക്കുന്നതായിട്ട് തെളിയിച്ചിട്ടില്ല. മാത്രമല്ല, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് മുമ്പ് ബ്രെയിൻ ട്യൂമർ ഉണ്ടാക്കുന്നതിന്റെ അളവും അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സും മൊബൈൽ ഫോൺ വന്നതിന് ശേഷം ആൾക്കാർക്ക് ഉണ്ടാകുന്ന ബ്രെയിൻ ട്യൂമറിന്റെ സ്റ്റാറ്റിസ്റ്റിക്സും ഒരേപോലെ തന്നെയാണ്. അതായത് മൊബൈൽ ഫോൺ ഉപയോഗം കൊണ്ട് ബ്രെയിൻ ട്യൂമറുകൾ കാര്യമായി വർദ്ധിച്ചതായിട്ട് ഒരു പഠനത്തിനും കണ്ടെത്തിയിട്ടില്ല. മാത്രമല്ല, മൊബൈൽ ഫോണിന്റെ ഈ റേഡിയോ തരംഗങ്ങൾ നമുക്ക് ക്യാൻസറോ ബ്രെയിൻ ട്യൂമറോ ഉണ്ടാക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1960-കൾ മുതൽ തന്നെ വീട്ടിൽ റേഡിയോ ഉപയോഗിക്കുന്നില്ലേ? റേഡിയോ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ബ്രെയിൻ ട്യൂമറുകളോ ക്യാൻസറുകളോ വരുമായിരുന്നു. ബ്രെയിൻ ട്യൂമർ റേഡിയോ ഉപയോഗിച്ചാൽ വരത്തില്ല എങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാലും വരത്തില്ല. എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഈ സത്യാവസ്ഥ, ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യൂ.